അശ്വത, എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയാൽ കടുത്ത ചൂടാണ്. ആ ചൂടിനിടയിലും ആവേശം ഒട്ടും കുറയുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ചൂട് അത് ആ രീതിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇതാ മറ്റൊരു ചൂട് കൂടിയുണ്ട്. അത് IPL ചൂടാണ്. IPL കൊടിയേറാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് ഋഷഭ് പന്തിന്റെ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഇത്തവണ കളത്തിലിറങ്ങുന്നത്. അനിൽ വാസു തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. പുത്തൻ ജേഴ്സി, പുത്തൻ ലോഗോ, ഈ പുതുമ പ്രകടനത്തിലും പുറത്തെടുക്കാനാവുമോ ലക്നൌ സൂപ്പർ ജയന്റ്സിന്? ഡിസ്ട്രക്റ്റീവ് ബാറ്റേഴ്സ്, ഫയർ ബ്രാൻഡ് പേസേഴ്സ്, മിസ്റ്ററി സ്പിന്നേഴ്സ്, ഒരു 2020 ടീമിന് വേണ്ട ചേരുവകളെല്ലാം ഉള്ള സംഘമാണ് ലക്നൌ സൂപ്പർ ജയന്റ്സ്. എന്നാൽ കഴിഞ്ഞ 2 തവണയും 7ാം സ്ഥാനത്ത് തുടങ്ങി. നിർണായക സമയത്ത് നിർവീര്യമാകുന്ന എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നിരയും പരിക്ക് കൂടപ്പുറപ്പായ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും എല്ലാത്തിനുമപ്പുറം കോൺഫിഡൻസ് ഇല്ലാത്ത ക്യാപ്റ്റനും. തൊട്ടതെല്ലാം പിഴച്ച സീസണിനൊടുവിൽ ജയന്റ് പ്രകടനം പ്രതീക്ഷിച്ച ഋഷഭ് പന്തും കൂട്ടരും പടയ്ക്കൊരുങ്ങുകയാണ്. പവർ പ്ലേയിൽ പവർ പഞ്ചുകളുമായി കളന്നിറങ്ങുന്ന മിച്ചൽ മാർഷും എയ്ഡൻ മർക്രമും, അത് ഏറ്റെടുത്ത് പൊട്ടിത്തെറിക്കാൻ നിക്കോളാസ് പുരാൻ. ഇതുവരെ എല്ലാം സെറ്റാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒന്നിനും ഉറപ്പില്ല. 27 കോടി എന്ന IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൈസ് ടാഗിനോട് നീതി പുലർത്താനാവാതെ പോയ ക്യാപ്റ്റൻ ഋഷഭ് പന്തിൽ തുടങ്ങുന്നു പ്രശ്നങ്ങൾ. കഴിഞ്ഞ തവണ 14 ഇന്നിംഗ്സിൽ നേടിയത് വെറും 269 റൺസാണ്. ഇതിലെ ഒരു സെഞ്ചുറി ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 13 ഇന്നിംഗ്സിലും നിരാശപ്പെടുത്തി. ഇന്ത്യയുടെ വൈറ്റ് ബോൾ ഫോർമാറ്റ് ടീമുകളിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ പന്തിന് ഇത്തവണ തകർത്തടിച്ചേ പറ്റൂ. ആയുഷ് ബദോനി എന്നും ആശ്വാസമാണ്. അബ്ദുൾ സമദ് കൂടി മിന്നിയാൽ ലക്നൌവിന് സ്കോർ ബോർഡിനെ കുറിച്ച് ആശങ്ക വേണ്ട. 8.6 കോടി കൊടുത്തു വാങ്ങിയ ജോഷ് ഇംഗ്ലീഷ് മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ എത്ര കളികളിൽ ഇംഗ്ലീഷ് ഉണ്ടാകുമെന്നതാണ് ചോദ്യം. ഇനി ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ മായങ്ക് അഗർവാൾ, ആവേശ് ഖാൻ, മൂസിൻ ഖാൻ, പ്രിൻസ് യാദവ് എന്നിവരെ നയിക്കാൻ മുഹമ്മദ് ഷമി കൂടി വരുമ്പോൾ മറ്റാർക്കുമില്ലാത്ത ഇന്ത്യൻ പേസ് ഫാക്ടറി ലക്നൌവിനുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ ആൻഡ്രിച്ച് നോർക്കിയ കൂടി ചേരുമ്പോൾ കടലാസിൽ ആവോളം കരുത്ത്. എന്നാൽ പരിക്കിന്റെ തോഴരായ ഇവരെയൊക്കെ സീസൺ മുഴുവൻ കിട്ടുമോ എന്നതാണ് പ്രശ്നം. സ്പിന്നറിലും ഇതേ പ്രശ്നമുണ്ട്. ലാഭത്തിൽ വാങ്ങിയ വനിന്ദോ ഹസ്രംഗയും പരിക്കിന്റെ പിടിയിലാണ്. ഇതോടെ ദിഗ്വേഷ് ഷാത്തിയെയും ഷഹബാസ് അഹമ്മദിനെയും തന്നെ ആശ്രയിക്കേണ്ടി വരും ലക്നൌ സൂപ്പർ ജയന്റ്സിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.